ദേ ഷബാബ് ഇന്ന് നോക്കിയാൽ പോകുന്നുണ്ടല്ലോ ദഹി ബേങ്കൻ. പേര് കേട്ടാരും ഞെട്ടാൻ നിൽക്കണ്ട കേട്ടോ. ഇത് നമ്മുടെ വഴുതനങ്ങ മോരുകറി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബംഗ്ലാദേശ് റെസിപ്പി ആയതുകൊണ്ട് ഇത്തിരി കട്ടിക്ക് അങ്ങോട്ട് പറഞ്ഞോളൂ. പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. കഴുകി വൃത്തിയാക്കി മൂടൊക്കെ ചെത്തിക്കളഞ്ഞ വഴുതനങ്ങ റൗണ്ടിൽ കട്ട് ചെയ്ത്, കട്ടി ഒത്തിരി കൂടുകയും വേണ്ട എന്നാ ഒട്ട് കുറയുകയും വേണ്ട. ഈ ഒരു പരുവത്തിന് കട്ട് ചെയ്തെടുത്ത് പാകത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് എണ്ണയോടെ ഒഴിച്ച്, കടുകെണ്ണയാണെങ്കിൽ പൊളിക്കും, നന്നായിട്ട് ഉരുട്ടി പെരട്ടി തിരുമ്മി മാറ്റി വയ്ക്കാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കി. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ മസ്റ്റർഡ് ഓയിൽ ആണെങ്കിൽ സൂപ്പർ. ഇങ്ങനെ പറയാൻ കാരണം ബംഗ്ലാദേശിൽ കൂടുതലും മസ്റ്റർഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ. എന്തായാലും ചൂടായ എണ്ണയിലേക്ക് മസാലയൊക്കെ പറ്റ ചേർന്ന വഴുതനങ്ങ തട്ടി തിരിച്ചും മറച്ചുവിട്ട് വറുത്ത് കരിച്ചു കളയാതെ മുരിച്ചെടുത്ത് തീ ഓഫ് ചെയ്തതിനു ശേഷം കലക്കി വെച്ചാർന്ന തൈര് ഇതിലേക്ക് തട്ടി നിരത്തി മാറ്റി വയ്ക്കാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കി കടുകും ജീരകവും പൊട്ടിച്ച് ഉണക്കമുളകും ചെറിയുള്ളിയോടെ തട്ടി ഇളക്കി മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് മുളക് പൊടിയോടെ തട്ടി മൂപ്പിച്ച് വറുത്ത് വെച്ച വഴുതനങ്ങയിലേക്ക് ഒഴിച്ച് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ദഹി ബേങ്കൻ റെഡി. ഇനി വേണമെങ്കിൽ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് ഈ കറി നമുക്ക് മോഡിഫൈ ചെയ്യാം. കറി മോഡിഫൈ ചെയ്തതിന് ഇന്നവരാർക്കും ഫൈനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കണേ.